നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി ആദ്യകാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെടേണ്ടി വന്നിരുന്നു. ഇതിന് കാരണം പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലും കർണാടകയിലുമായി ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഉന്നത നിർദ്ദേശപ്രകാരം പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയത് സവാദായിരുന്നു. കൈവെട്ടി കേസിന് ശേഷം ഇയാൾ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പോയി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിൽ വരെ പ്രതി എത്തിയെന്ന തെളിവുകൾ ഉണ്ടായിരുന്നു. പിന്നീട് NIA നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായും സൂചനകൾ എത്തി. ഇയാൾക്ക് വേണ്ടി 13 വർഷത്തെ തിരച്ചിലിനൊടുവിൽ നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഖത്തറിലും വരെ NIA വലവിരിച്ചു. ഇയാൾക്കൊപ്പം ഒളിവിൽ പോയ ആൾ പിന്നീട് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ സവാദ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ ബേരകത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇവിടെ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു സവാദ്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ വീട്ടിലെത്തിയാണ് NIA സംഘം ഇയാളെ പിടികൂടിയത്. ഇവിടെ മരപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു സവാദ് എന്നാണ് മാധ്യമ വാർത്തകൾ. വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. സവാദിനെ കൊച്ചിയിലെത്തിച്ചു എന്നാണ് സൂചന. പ്രൊഫസർ ടി.ജെ. ജോസഫിനെ കൈവെട്ടി മാറ്റിയത് സവാദായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദ്. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA തുക പ്രഖ്യാപിച്ചിരുന്നു. സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഖത്തറിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും സവാദിനെ പിടികൂടിയത് കണ്ണൂരിൽ നിന്നും ആയിരുന്നു എന്നത് അത്ഭുതം. നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നുവെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവ് ആവുകയായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയായിരുന്നു. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരുവിലേക്കും അവിടെ നിന്നും നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും സവാദിനെ കണ്ടെത്താൻ ആയിരുന്നില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ പൂട്ടിയതോടെ ഫണ്ടിംഗ് നിലച്ച് കണ്ണൂർ എത്തിയിരിക്കാം എന്നാണ് NIAയുടെ കണക്കുകൂട്ടൽ. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കാണ് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത്. ആദ്യം 4 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചുവെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ആ തുക 10 ലക്ഷമാക്കി ഉയർത്തിയത്. 54 പ്രതികളുള്ള കേസിൽ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കി. ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട 18 പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു. സവാദിനെ വിദേശത്ത് കണ്ടെത്തുവാനുള്ള രഹസ്യവിവരത്തെ തുടർന്ന് NIAയുടെ അന്വേഷണം ശക്തമായിരുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബായിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു. ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചുപെറുക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മലേഷ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും NIA അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സവാദ് സിറിയയിലേക്ക് കടന്നതായി പിന്നീട് പ്രചാരണമുണ്ടായിരുന്നുവെങ്കിലും അതിനും തെളിവൊന്നും ലഭിച്ചില്ല. കേസിലെ കൂട്ടുപ്രതികളുമായും സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. കേസിൽ കേരള പോലീസിന്റെയും ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നെ ഉണ്ടായില്ല. നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി MK നാസറിനൊപ്പം സവാദും ഉണ്ടായിരുന്നു എന്നാണ് നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി. എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സവാദിനെ സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. കുറ്റകൃത്യം നടന്ന 2010 ജൂലൈ 4 സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജ്ജലായിരുന്നു. അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായിട്ടായിരുന്നു സവാദ് അന്ന് കടന്നു കളഞ്ഞത്. ക്രൈംബ്രാഞ്ചിനും NIAയ്ക്കും ഈ മഴുവും ഇതുവരെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിനിടയിൽ സവാദിന് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു. പരിക്കുമായി സവാദ് ആലുവ വരെ എത്തിയതിന് തെളിവുണ്ടെങ്കിലും അവിടെ നിന്നും എങ്ങോട്ടേക്കാണ് നീങ്ങിയതെന്ന് സംഘത്തിലെ മറ്റുള്ളവർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് കാലങ്ങൾക്ക് ശേഷം ആ സവാദിനെ നമ്മൾ പിടികൂടിയിരിക്കുന്നു.